ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മ ഇന്നിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിയും മുട്ടയും വെച്ചിട്ടുള്ളൊരു കട്ട്ലറ്റ് പോലെയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പനിയാണ്. അപ്പം ഇന്ന് ഈ വീഡിയോക്ക് എന്തെങ്കിലും സംസാരം കുറവായിരിക്കും, നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ചാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 4 മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മുളക് പൊടി ഉപ്പെല്ലാം മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഞാനതൊന്നും ചെയ്യുന്നില്ല. പിന്നെ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കാബേജ്. സവാള നല്ല നേർങ്ങനെ കട്ടാക്കി എടുക്കണം കേട്ടോ. കാബേജ് അതുപോലെ തന്നെ. കാബേജ് കുറച്ച് മതി. കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മതി. ഒരു പച്ചമുളക് കാണുന്നില്ലേ. കുറച്ച് കറിവേപ്പില, കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 2 കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചിട്ടതാണ് കേട്ടോ. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സായി കൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്തായാലും ഇപ്പോൾ അമ്മ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇതിലേക്കൊരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1/4 കപ്പൊന്നും ഇല്ല കേട്ടോ, 2 ടീസ്പൂണേ ഇല്ല, ഞാൻ കപ്പിലെടുത്തൊന്നേ ഇല്ല. ഒന്നുകൂടി ഇത് വെള്ളം കൂട്ടണ്ട കേട്ടോ. വെള്ളം കൂട്ടാതെ തന്നെ ഇങ്ങനെ ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ഒന്നുകൂടി ഒന്ന് മിക്സ് ആയി കൊടുക്കാം. എന്നിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നേ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, അത് ചട്ടി സൗകര്യം കുറവാണ്. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അടുത്തത് ഇട്ട് കൊടുക്കാം. അടിപൊളിയുണ്ട്, ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഈ ഉള്ളിയും ആ മുട്ടയും കൂടി ഉണ്ടാകുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കട്ട്ലേറ്റ് ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഷെയർ ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നല്ലോണം ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ട് ഇവർ മാത്രം ഉണ്ടാക്കിയിട്ട് ഞാൻ മതിയാക്കി. അപ്പോൾ എനിക്ക് ചുടാനും പറ്റുന്നില്ല, എനിക്ക് കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇവർ മാത്രമേ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ
ഇവൻ അടിപൊളി ഉണ്ട് എന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവരും ആക്കുന്നത് തന്നെയാണ്, എന്നാലും ആക്കാത്തവരൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പം താങ്ക് യു.